നിങ്ങൾ വലിയൊരു സിനിമാക്കാരനാണ് എങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. ഇത് സാധാരണ കുറച്ച് എന്നെപ്പോലുള്ള കുറച്ച് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ഫ്രണ്ട്സ് നമസ്കാരം, ലൂസിഫർ കണ്ടു. ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും, അതായത് എവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയിരുന്നാലും ലൂസിഫറിൻ്റെ റിവ്യൂ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ റിവ്യൂ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, നിങ്ങൾ വലിയൊരു സിനിമാക്കാരനാണ് എങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. ഇത് സാധാരണ കുറച്ച് എന്നെപ്പോലുള്ള കുറച്ച് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ഓരോ ഫിലിം ഇൻഡസ്ട്രിക്ക്, ഇപ്പോൾ കന്നഡയ്ക്കാണെങ്കിൽ KGF ഉണ്ട്, അതുപോലെ ബാഹുബലിയുണ്ട്, തമിഴിൽ ഒട്ടനവധി സിനിമയുണ്ട്, ബോളിവുഡിലൊക്കെ ഒരുപാട് സിനിമയുണ്ട്. പക്ഷേ മലയാളത്തിന് മാത്രം ഒരു മാസ്റ്റർ പീസ് മൂവി ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ബാഹുബലി ലെവൽ ഒരു മൂവി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരവല്ല, ഒരു ഒന്നൊന്നര ഉത്തരം തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനൊറ്റ പേരേ ഉള്ളൂ, എമ്പുരാൻ, ലൂസിഫർ 2. കാരണം പൃഥ്വിരാജ് അമ്മാതിരിയാണ് ആ പടം ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു സൂപ്പർ സിനിമ കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ നല്ല സിനിമയാണ്. കാരണം ഈ സിനിമയിൽ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം ഈ സിനിമ തുടങ്ങുന്നത് മുതൽ എൻഡ് വരെ എനിക്ക് ലാഗ് അടിക്കുന്ന ഒരു സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇതിൻ്റെ ഓരോ നടന്മാർക്കും അതിൽ കൊടുത്തിരിക്കുന്ന ഡയലോഗ്, നടന്മാരെന്നാലും ശരി, ഓരോ കഥാപാത്രത്തിനും കൊടുത്തിരിക്കുന്ന ഡയലോഗ് അതൊന്നും വലിച്ചു നീട്ടുന്നില്ല. ഒരു സ്ഥലത്ത് പോലും ഒരു ബോറിംഗ് ഫീൽ ചെയ്യില്ല. നമ്മൾ ആ സിനിമയെ നമ്മൾ കാണേണ്ടത് ഒരു മലയാള സിനിമ എന്ന ലെവലിലല്ല, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമ, അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്നോ, അല്ലെങ്കിൽ ഒരു ബോളിവുഡ് ലെവൽ സിനിമ എന്നല്ല. ഇതൊരു വേൾഡ് ക്ലാസ് മൂവി എന്ന് നമുക്ക് ഒറ്റവാക്കി പറയാം, അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് മൂവി എന്ന് പറയാം. കാരണം ഇതിൽ കാസ്റ്റിംഗ് നമ്മൾ നോക്കാം, ഓരോ കഥാപാത്രത്തിനും അനുസരിച്ചിട്ടുള്ള കാസ്റ്റിംഗ് കൊണ്ടുവരാൻ വേണ്ടി പൃഥ്വിരാജ് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതായത് ഓരോ കഥാപാത്രം നമുക്ക് തന്നെ മനസ്സിൽ തോന്നും ഇന്ന കഥാപാത്രത്തിന് പറ്റിയ രൂപം, അതുപോലെ തന്നെ ആ രൂപത്തിനനുസരിച്ചിട്ടുള്ള ഡയലോഗ്, അനാവശ്യമായിട്ട് ഒരൊറ്റ ഡയലോഗ് പോലും ഈ ഒരു സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഓരോ കഥാപാത്രവും എവിടെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ. പിന്നെ പലരും റിവ്യൂവിൽ പറയുന്നൊരു കാര്യമാണ് സിനിമ ഭയങ്കര ലാഗായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് റിവ്യൂവിൽ സിനിമ ലാഗായിരുന്നു, ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ലാഗിങ് ആണ്, സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. അങ്ങനെയൊന്നുമില്ല. ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമുക്ക് ഒരുപോലെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് പോയിട്ടുള്ളത്. കാരണം ഇതിലെ ഓരോ ഡയലോഗിനും ഓരോ സീനും നമ്മളത് ഓർമ്മിച്ച് വയ്ക്കുക. നമ്മൾ ഒരു സീന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒന്നും മനസ്സിലാവാതെ പോകും. കാരണം അങ്ങനെ ഒരു കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ പാട് തന്നെയാണ്. പിന്നെ നമ്മൾ മലയാളികളാണ്, കേരളമാണ്. കേരളത്തിലെ സിനിമകളിൽ മെയിനായിട്ട് വരുന്നൊരു ഭാഗമാണ് രാഷ്ട്രീയം. അപ്പോൾ രാഷ്ട്രീയം അതുപോലെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിൻ്റേതായൊരു സ്റ്റാൻഡേർഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെയെല്ലാം അതിന് ഇമ്പോർട്ടൻസ് നമുക്ക് ഇന്നത്തെ വർത്തമാന കാലത്ത്, അതായത് ഈ പ്രസൻസിൽ നമുക്കത് എങ്ങനെ ഒരു മലയാള സിനിമയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ആ ഒരു രീതിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിലൊരു തിരക്കഥയാണ്. അപ്പോൾ തിരക്കഥ ഇന്നത്തെ ഒരു പ്രസൻസിലെ ഒരു ജീവിത രീതിയും ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഒരു തിരക്കഥ എഴുതിയത് മുരളി ഗോപി, അദ്ദേഹത്തിന് നമ്മളൊരു താങ്ക്സ് പറയണം. കാരണം അത്ര എല്ലാ ഭാഗവും ടച്ച് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറി. അപ്പോൾ നമ്മളത് അദ്ദേഹത്തിനൊരു നന്ദി പറഞ്ഞേ പറ്റൂ. കാരണം അത്ര നല്ല രീതിയിൽ ഈ ഒരു സിനിമയുടെ തിരക്കഥ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ഒരു സംവിധാനത്തെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ അതിൽ പറയാൻ വാക്കുകളില്ല. പൃഥ്വിരാജ് എന്ന ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു സംവിധായകൻ നമ്മുടെ ഇന്ത്യയിലല്ല, വേൾഡ് ലെവലിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയോടുകൂടെ അയാൾ അറിയപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്ര നല്ല രീതിയിൽ ഈ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു ഹോളിവുഡ് ലെവൽ സിനിമ കാണുന്ന പോലെയുള്ള ഒരുപാട് നല്ല നല്ല ഷോട്ടുകളുണ്ട്. പിന്നെ അതിൽ അന്യഭാഷ നടന്മാരെയൊക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള വിദേശികളായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരുപാട് നടന്മാർ ഈ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രെയിമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ഒരു ബോളിവുഡ് ലെവൽ ഫ്രെയിമിംഗ് ആണ്. അതുപോലെ തന്നെ ക്യാമറ വർക്കും ഇതിൽ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഒരുപാട് ടൈറ്റ് ഫ്രെയിം എന്ന് പറയാം, അതായത് ഒരുപാട് സൂം ചെയ്തിട്ടുള്ള ഫ്രെയിമുകൾ നമ്മൾ സിനിമയിൽ കാണും. അപ്പോൾ ഇടിയാണോ നടന്നത്, തൊഴിയാണോ നടന്നതെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ അമ്മാതിരി ഉള്ള ഫ്രെയിമിങ്ങുകളൊന്നും ഈ ഒരു സിനിമയിൽ കണ്ടിട്ടില്ല. കാരണം നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു
സിനിമ ഫ്രെയിമുകളാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ ക്യാമറ വർക്കൊക്കെ വളരെ എക്സലൻ്റാണ്. പിന്നെ അതിൻ്റെ ഒരു ബി ജി എമ്മും വേറെ ഒരു നെക്സ്റ്റ് ലെവൽ BGM തന്നെയാണ് ഈ സിനിമയിൽ കൊടുക്കുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ കാര്യം നമുക്ക് പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ കയ്യിൽ എന്ത് കൊടുത്തിരുന്നാലും അത് പൊന്നാക്കി തരുന്ന ലാലേട്ടൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെയും ഒരു തരത്തിലും ഒരു പിശുക്ക് ഇതിലൊന്നും കാണിച്ചിട്ടില്ല. പുള്ളിയുടേതായിട്ടുള്ള ഒരു രീതിയിൽ എങ്ങനെ കഴിഞ്ഞാടാൻ പറ്റിയിട്ടുള്ളോ അങ്ങനെയൊക്കെ അഴിഞ്ഞാടാൻ പറ്റിയിട്ടുണ്ട്, അഴിഞ്ഞാടിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു രക്ഷയില്ല. പിന്നെ സിനിമയുടെ കുറച്ച് ഫൈറ്റ് സീനൊക്കെ നല്ല അടിപൊളി ഫൈറ്റ് സീനുകൾ തന്നെയാണ്. ഓവറായിട്ട് ഫൈറ്റിന് ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്ത പോലെ ഷോട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. അതിൽ മികച്ച ഫൈറ്റ് സീനുകൾ തന്നെയാണുള്ളത്. അതിൽ എടുത്ത് പറയാൻ ഞാൻ ഒരു ഷോട്ടിനെ കുറിച്ചോ ഒരു സീനിനെ കുറിച്ചോ ഞാൻ പറയില്ല. കാരണം നിങ്ങൾ ഇത് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ മുൻകൂട്ടി ഈ സീൻ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയില്ല. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ആസ്വാദനത്തെ ചിലപ്പോൾ അത് ബാധിച്ചെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലൊന്നും കിടക്കുന്നില്ല. പക്ഷേ സിനിമയുടെ ഫൈറ്റ് സീനായിരുന്നാലും ശരി, ഹെലികോപ്റ്ററിൻ്റെ കുറച്ച് ഷോട്ടുകളും ഹെലികോപ്റ്ററിൽ നിന്ന് വന്നിറങ്ങുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു നെക്സ്റ്റ് ലെവലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ മലയാള സിനിമകളിലങ്ങനെ ഹെലികോപ്റ്ററുകളൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ ഒരു വേറെ രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു ഹോളിവുഡ് ലെവലിൽ ഒരു മലയാള സിനിമയിൽ വിദേശ രാജ്യങ്ങൾ കാണിക്കുന്നത് ഈ ഒരു സിനിമയിൽ തന്നെയാണ്. ഓരോ സ്ഥലവും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് വാഹനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് ലെവൽ, നമ്മൾ സാധാ മലയാള സിനിമയിൽ കാണുന്ന പോലെയൊന്നുമല്ല. ഒരുപാട് വിദേശ വാഹനങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഒരു നെക്സ്റ്റ് ലെവൽ, നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പല സംഭവങ്ങളും നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റും. ഫൈറ്റ് സീനായിരുന്നാലും ശരി, അതുപോലെ നായകൻ്റെ ഇൻട്രോ ആയിരുന്നാലും ശരി. നമ്മൾ പല സിനിമകളിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മലയാള സിനിമകളിൽ നായകൻ്റെയൊക്കെ ഇൻട്രോ നമുക്ക് മനസ്സിലാവും. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായി വേറൊരു ലെവലിൽ, അതായത് എങ്ങനെ നമുക്കൊരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഇൻട്രോയുടെ ഒരു എക്സ്ട്രീം ലെവല് കൊണ്ടുവരാൻ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അത് ഓരോ ഇൻട്രോയും അങ്ങനെയാണ്. നമ്മൾ ഓരോ നടൻ്റെയും ഇൻട്രോ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു BGMഉം എല്ലാം കൂടെ നമ്മളൊരു 2.5 മണിക്കൂർ നല്ല രീതിയിൽ ഒരു എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ എനിക്കങ്ങനെ ലാഗിങ് തോന്നിയിട്ടില്ല. പല റിവ്യൂവിലും പലരും പറയുന്നുണ്ട് സിനിമ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ലാഗിങ് ആണ്, സെക്കൻഡ് ഹാഫ് എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെയാണോ എന്നൊക്കെ എനിക്ക് അറിയില്ല. നമുക്ക് ഏതൊരാൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മലയാളികൾക്ക് എപ്പോഴും ഏതൊരു കാലവും നമുക്ക് അഭിമാനിക്കാം. പൃഥ്വിരാജിനെ കൊണ്ട് നമുക്ക് അഭിമാനിക്കാം. കാരണം അമ്മാതിരി രീതിയിൽ പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയൊക്കെ ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എനിക്ക് മൂവി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.